ഈ കാണുന്നത് ഞാനിവിടെ 100 രൂപയ്ക്ക് ആക്രിക്കടയിൽ നിന്നും വാങ്ങിയ റേഡിയോ ആണ്. ഈ റേഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം ഈ ഒരു അവസ്ഥയിലായിരുന്നില്ല. നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം അഴിച്ച് കഴുകി ക്ലീനാക്കി കംപ്ലൈൻ്റ് എല്ലാം പരിഹരിച്ചും വർക്കിംഗ് കണ്ടീഷനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ റേഡിയോയുടെ റീസ്റ്റോറേഷനും അതുപോലെ നമ്മൾ ഈ റേഡിയോനെ റീചാർജബിൾ ആക്കി മാറ്റാൻ പോവാണ്. സാധാരണ ഇങ്ങനെയുള്ള റേഡിയോകളെല്ലാം ഉപയോഗിക്കുന്നത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത തരം ബാറ്ററികളാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഈ റേഡിയോ മൊബൈൽ ചാർജറൊക്കെ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ലിഥിയൻ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാക്കപ്പ് കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലിഥിയൻ ബാറ്ററിക്കാണ് വാങ്ങിയിടുന്നെങ്കിൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് 7 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. അതിന് മേളിലും കിട്ടാറുണ്ട്. നമ്മുടെ പല വീഡിയോസിലായിട്ടും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനായിട്ട്. അങ്ങനെ എനിക്ക് ഈ ഒരു ആക്രിക്കടയിൽ നിന്ന് 3 സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. ഒന്ന് ഈ ഗെയിമിങ്ങിൻ്റെ എന്തോ ഒരു ടച്ച് സ്ക്രീനൊക്കെയുള്ള സംഭവമാണ്. ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ പിന്നീട് ചെയ്യാം. ഈ ഒരു റേഡിയോ ആണ് നമുക്ക് 100 രൂപ കിട്ടിയേക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടിയത് തൊടുപുഴ കാരിക്കോട് റോഡുള്ള ആക്രിക്കടയിൽ നിന്നാണ്. ഞാൻ ഈ റേഡിയോ വാങ്ങിയ ആക്രിക്കടയിലെ ബായിമാർ എനിക്ക് റഫായിട്ടൊന്ന് ക്ലീനാക്കിയാണ് തന്നത്. അപ്പോൾ സാധനം ഫിലിപ്സിൻ്റെ റേഡിയോയാണ്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. അതുപോലെ ഈ റേഡിയോ തന്നെ ചെറിയ ടോർച്ചൊക്കെ ഉള്ള ടൈപ്പാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നല്ല കേട്ടോ, ഇതിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് തെളിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നതാണ്. അതുപോലെ ഞാനിവിടെ ഈ റേഡിയോ മേടിച്ചതിന് പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇതിൻ്റെ ഉള്ളിലെ ബോർഡ് എന്നെ കൊണ്ട് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡ് കയറ്റി ഇതിനെ കുറച്ചും കൂടെ സ്മാർട്ടാക്കി എടുക്കാനാണ് പ്ലാൻ. അതാകുമ്പോൾ കുറച്ചും കൂടെ പണി എളുപ്പമുണ്ട്. 90 ബോർഡ് മേടിച്ച് നമുക്ക് നേരെ കയറ്റിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ രണ്ടാമത്തെ ഉദ്ദേശം, ഇതിലെ ബോർഡ് ശരിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ലിഥിയൻ ബാറ്ററിക്ക് ഉപയോഗിച്ച് മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോയിലും ചെയ്യുന്ന പോലെ നമുക്കിതിനെ ആദ്യമേ തന്നെ അഴിച്ചെല്ലാം പീസാക്കാം. അതുപോലെ ഞാനിവിടെ റേഡിയോ മേടിച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ മറന്നു പോയിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാണ് അറിയുന്നത്. ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബാറ്ററി എല്ലാം പൊട്ടി ലീക്കായിട്ട് ഫുള്ളായിട്ട് തുരുമ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എല്ലാം സ്ക്രൂ എല്ലാം അഴിച്ച് നമുക്കിത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ റേഡിയോ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബോർഡും സ്പീക്കറും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം. ഈ റേഡിയോ ബോർഡ് കണ്ടിട്ട് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചില കപ്പാസിറ്ററിൻ്റെ കാലുകൾ തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. എന്തായാലും നമുക്കത് മാറ്റിയിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ എല്ലാ സാധനങ്ങളും അഴിച്ച് വേറെ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും അഴിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിന്ന് എല്ലാം കഴുകിയെടുക്കാം. നമ്മൾ സ്പീക്കറും കഴുകുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് എന്തോരം തൂത്താലും ഇതിനുള്ളിലും സൈഡിലൊക്കെ കയറിയുന്ന പൊടികളൊന്നും ശരിക്കും പോവില്ല. അതുകൊണ്ടാണ് കഴുകുന്നത്. സ്പീക്കർ മാത്രമല്ല, ഈ ഒരു ബോർഡും ഞാനിന്ന് കഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ റേഡിയോയുടെ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കഴുകി ക്ലീനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർ ഷാമ്പു ആണ്. അപ്പോൾ എല്ലാ മുക്കും മൂലയൊക്കെ നമുക്ക് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് മുക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് സ്പീക്കറാണ് കഴുകാൻ പോകുന്നത്. ഇപ്പോൾ കാർ ഷാമ്പൂ ആണ് നമ്മൾ ഇതിലും തേച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഈ റേഡിയോ ആക്രിയിൽ നിന്ന് മേടിച്ചതായിട്ട് മാത്രമാണ് ഞാൻ ഈ സ്പീക്കറിന് കഴുകുന്നത്. അതുകൊണ്ട് ഞാൻ ആരോടും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ കഴുകാനൊന്നും. ഇങ്ങനെയുള്ള സ്പീക്കറിൻ്റെ ഒക്കെ പേപ്പറിന് വളരെയധികം കട്ടി കുറവാണ്. അപ്പം ബ്രഷൊക്കെ ഇട്ട് തേക്കുമ്പോൾ കീറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യുമ്പം ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കഴുകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്പീക്കറും കഴുകിയെന്നുള്ള പൊടിയൊക്കെ ഇരിക്കുന്നതിനാൽ എനിക്കിത് കഴുകിയെങ്കിലാണ് ഒരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഇത് ആക്രിയിൽ കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, വെള്ളമൊക്കെ നനഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് കഴിയുന്നിടത്തുനിന്ന് പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാനും പോകുന്നില്ല. നമ്മളിതിൻ്റെ രണ്ടാമത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഈ സ്പീക്കറൊക്കെ ഉണങ്ങി സെറ്റായി കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ സ്പീക്കറും അത്യാവശ്യം കഴുകി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ റേഡിയോയുടെ ബോർഡ് കൂടി ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കിയെടുക്കാം. ഈ ഒരു ബോർഡിലും ചെറിയ രീതിയിൽ തുരുമ്പും അതുപോലെ ഫംഗസ് പോലെ എന്തോ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കഴുകി സെറ്റപ്പ് ആക്കിയെടുക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ ബോർഡുകൾ ക്ലീൻ ചെയ്യാനുള്ള ക്ലീനിങ് ലിക്വിഡ് മേടിക്കാൻ കിട്ടും. അതിനൊക്കെ വില കൂടുതലാണ്. അതല്ലെങ്കിൽ ടിന്നർ അല്ലെങ്കിൽ പെട്രോളൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ എല്ലാ റീസ്റ്റോറേഷൻ വീഡിയോയിലും ഇതുപോലെ വെള്ളവും ഷാമ്പൂ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളിതെല്ലാം കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ കഴുകിയെടുത്ത് എല്ലാ സാധനവും നന്നായിട്ട് ഡ്രൈ ആക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ചില സാധനങ്ങൾക്ക് ചെറിയ ആട്ടോ വലച്ചിലൊക്കെ ഉണ്ട്. ചില കപ്പാസിറ്ററുകളെ കാല് തുരുമ്പെടുത്തെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് തുരുമ്പെടുത്ത സാധനങ്ങളെല്ലാം പറിച്ച് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ വേറെ കപ്പാസിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഈ റേഡിയോയുടെ ബോർഡൊക്കെ നനഞ്ഞ് കിടന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെ കാലുകളൊക്കെ ഇങ്ങനെ തുരുമ്പെടുത്തേക്കുന്നത്. എന്തായാലും ഇങ്ങനെ ആട്ടോ വലച്ചിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കതിന് പകരം വേറെ കപ്പാസിറ്ററൊക്കെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ പോയ കപ്പാസിറ്റർ എല്ലാം റീപ്ലേസ് ചെയ്ത് നമ്മൾ വേറെ കപ്പാസിറ്ററൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു സ്പീക്കറാണ്. ബോർഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന 3.7 വോൾട്ടിൻ്റെ ലിഥിയൻ ബാറ്ററിയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡ് ഓണാക്കി നോക്കിയ സമയത്ത് സംഭവം എല്ലാം വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഏരിയലിന് വേണ്ടിയിട്ട് ചെറിയൊരു വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. വലിയ ക്ലിയർ ഒന്നുമില്ല, എങ്കിലും സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് വീണ്ടും പഴയ പോലെ തന്നെ റീഫിറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയ സ്പീക്കറാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് സ്പീക്കർ കഴുകുന്നോടത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഉപയോഗിക്കാവുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സ്പീക്കറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു സ്പീക്കർ വെള്ളവും ഷാമ്പൂക്ക് ഉപയോഗിച്ച് കഴുകിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിൽ നിന്ന് അടിച്ചെടുത്ത എല്ലാ സാധനങ്ങളും വീണ്ടും ഓരോന്നായിട്ട് റീഫിറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് പിടിച്ച പണി ഇതിന് തീരെ സംഭവം സെറ്റ് ചെയ്യാനായിരുന്നു, ഈ ഒരു ചാനൽ മാറ്റുന്നതിൻ്റെ സംഭവം. അങ്ങനെ അത് നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ബോർഡൊക്കെ പിടിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാത്തിനും ഇങ്ങനെ വീഡിയോ ഉൾക്കൊള്ളിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടായിട്ട് ബാക്കിയുള്ള കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പം ബോർഡ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബോർഡ് നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി അടുത്തായിട്ട് വോളിയം കൺട്രോളറും ഓൺ ഓഫും ഇത് രണ്ടും കൂടെ ഒറ്റ രീതിയിൽ തന്നെയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അങ്ങനെ അത് നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ്. ഇനി അടുത്തായിട്ട് പിടിപ്പിക്കാനുള്ള ഈ LED ടോർച്ച് വരുന്ന ഇതും പിന്നെ അതിൻ്റെ സ്വിച്ചൊക്കെ വരുന്ന ഈ ഒരു ബോർഡാണ്. അങ്ങനെ അതും റീഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് പിടിപ്പിക്കാനുള്ളതാണ്. ഇതൊരു പവർ ഓൺ ഇൻഡിക്കേറ്റർ പോലെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. റേഡിയോയുടെ ഫ്രണ്ടിലെ നോബിന് ചുറ്റും ഒരു റിംഗ് ലൈറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡും റീഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ സ്പീക്കറിലേക്കുള്ള വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ റെഡ് ബ്ലാക്ക് ഈ രണ്ട് വയർ ഇതിലേക്ക് ബാറ്ററി കണക്ട് ചെയ്താൽ ഈ റേഡിയോ വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഈ റേഡിയോയ്ക്ക് ബാറ്ററി ഇട്ടല്ല വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്പ്രിങ് കോരി കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് തുരുമ്പെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ റേഡിയോയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോയ്ക്ക് നമുക്ക് റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ 3 സാധനങ്ങൾ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി, പിന്നെ ചാർജിങ് മൊഡ്യൂൾ, പിന്നെ ചാർജിങ് സോക്കറ്റ്. ഇപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രം മതി. ഞാനിവിടെ 2 ചാർജിങ് സോക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ളൂ, 2 ടൈപ്പ്. ഇപ്പോൾ 3 ബാറ്ററിക്ക് ഇട്ട് വർക്ക് ചെയ്യുന്ന റേഡിയോയ്ക്ക് ഇതുപോലത്തെ ഒരു ബാറ്ററി മതിയാവും. 3.7 വോൾട്ട് 2000 mAh ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ബാറ്ററിക്ക് 140 രൂപയാണ്. എല്ലാ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പുകളിലും കിട്ടും, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് നേരിട്ട് ഇതിൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് എടുക്കാനോ പറ്റില്ല. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചാർജിങ് മൊഡ്യൂൾ വേണം. ഈ ചാർജിങ് മൊഡ്യൂളിന് 50-60 രൂപയ്ക്കാണ്. പല സ്ഥലങ്ങളും പല വിലയായിരിക്കും. ഇത് ഓൺലൈനായിട്ടും കിട്ടും, അതുപോലെ കടയിൽ മേടിക്കാൻ കിട്ടും. ബാറ്ററിയുടെ പ്ലസ് മൈനസ് ഈ ഒരു ബോർഡിൽ B+ലേക്കും B-ലേക്കും കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് ലൈനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ബോർഡിൽ നിന്നാണ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി ഓവർ ചാർജ് ആവാനും അതുപോലെ ഓവറായിട്ട് ഡിസ്ചാർജ് ആകാനും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആവും. അതുപോലെ ബാറ്ററി ചാർജ് കുറയുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. ചാർജിങ് ഇൻഡിക്കേറ്റർ, ഫുൾ ചാർജ് ഇൻഡിക്കേറ്റർ, അങ്ങനെ 2 ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ ഇങ്ങനത്തെ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ബോർഡിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്യാൻ പാടില്ല. ഒരു ബാറ്ററി മാത്രമാണ് കണക്ട് ചെയ്യുക. ഇങ്ങനത്തെ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ വേഗം കംപ്ലൈൻറ്റ് ആവില്ല, വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം റീചാർജ് ചെയ്ത്. അതുപോലെ നല്ലപോലെ ബാക്കപ്പും ഉണ്ടാവും ഇങ്ങനെയുള്ള ലിഥിയം ബാറ്ററി. അതുപോലെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൽ തന്നെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ റേഡിയോയുടെ ഉള്ളിൽ പിടിപ്പിക്കുന്ന സമയത്ത് ഇതിലേക്ക് ചാർജർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് കറക്റ്റായിട്ട് പുറത്തേക്കൊക്കെ എടുക്കാൻ പാടാണ്. കറക്റ്റായിട്ട് ആ ഹോളൊക്കെ ഇട്ട് എടുക്കാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലത്തെ അഡീഷണൽ ചാർജിങ് സോക്കറ്റ് മേടിക്കാൻ കിട്ടും. C ടൈപ്പും കിട്ടും, മൈക്രോ USB സോക്കറ്റും കിട്ടും. അതുപോലെ ഇങ്ങനത്തെ ചാർജിങ് സോക്കറ്റ് വയറുള്ള ടൈപ്പും ഉണ്ട്, വയറില്ലാത്ത ടൈപ്പും ഉണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലേക്ക് വേറെ ചാർജിങ് സോക്കറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 2 പോയിന്റിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ ഞാനിവിടെ ഈ ചാർജിങ് മൊഡ്യൂൾ റേഡിയോയുടെ ഈ ഒരു പോയിന്റിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇവിടെ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിൻ്റെ ചാർജ് ഇൻഡിക്കേറ്ററൊക്കെ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ചാർജ് ഇൻഡിക്കേറ്ററിന് വേറെ ഹോളൊന്നും ഇടേണ്ട കാര്യമില്ല. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ചാർജ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണത് കാണാനും പറ്റും. അപ്പോൾ ഞാനിവിടെ ബാറ്ററിയും ബോർഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവ് ബോർഡിലെ B+ലേക്കും ബാറ്ററിയുടെ നെഗറ്റീവ് ബോർഡിലെ B-ലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് മൊബൈലിലെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സെറ്റപ്പ് എല്ലാം ഓക്കെ ആവും. ഇനി ഇതിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി ചാർജ് ആയിക്കോളും. ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് ഇൻഡിക്കേറ്ററും ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്ററുമാണ്. അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ഫുള്ളായിട്ടും ചാർജർ ഊരിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചാർജിങ് കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ അടുത്തായിട്ട് ചെയ്യാനുള്ള ഈ ഒരു ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ അത് നമ്മുടെ ഇതിനകത്തുള്ള വോളിയം കൺട്രോളിൻ്റെ ഇതിൽ തന്നെയാണ് ഓൺ ഓഫ് വരുന്നത്. അപ്പോൾ ഓൺ ഓഫിൻ്റെ ഈ ഒരു സ്വിച്ചിലേക്ക് ഏതെങ്കിലും ഒരു കാലിലേക്ക് കണക്ട് ചെയ്യണം ഈ ഒരു വയർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന റേഡിയോയിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിൽ ആ ഒരു ബാറ്ററിയിലേക്ക് പോകുന്ന 2 വയർ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഓൺ ഓഫ് സ്വിച്ചിലേക്ക് ഒരു വയർ കൂടി കണക്ട് ചെയ്യുകയാണ്. ഇതൊക്കെ നേരത്തെ ഇതിൽ പിടിപ്പിച്ചിരുന്ന വയറാണ്, നമ്മൾ അടിച്ചെടുത്തപ്പോൾ വിട്ടുപോയതാണ് ഇതൊക്കെ. അപ്പോൾ ഇനി ഈ 2 വയർ ബോർഡിൽ നിന്ന് വരുന്ന നെഗറ്റീവും അതുപോലെ ഓൺ ഓഫ് സ്വിച്ചിൽ നിന്ന് വരുന്ന വയർ പോസിറ്റീവ് വയർ, ഇത് രണ്ടുമാണ് നമുക്ക് ചാർജിങ് മൊഡ്യൂളിലെ ഔട്ടിൽ കണക്ട് ചെയ്യാനുള്ളത്. റേഡിയോ ബോർഡിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ BMS ബോർഡ് അല്ലെങ്കിൽ ഈ ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ടിലെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുക. ഈ റേഡിയോയുടെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പോസിറ്റീവിൽ നിന്ന് വരുന്ന റെഡ് വയർ അത് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ട് പ്ലസ്സിൽ കണക്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്കൊരു ചാർജിങ് സോക്കറ്റ് പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന ഈ ടൈപ്പ് ചാർജിങ് സോക്കറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ വയറില്ലാത്ത ചാർജിങ് സോക്കറ്റാണ് ഇതിനകത്ത് പ്ലസ് മൈനസ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്ററൊക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും.
ഈ ഒരു ചാർജിങ് സോക്കറ്റിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുക. എന്നിട്ട് മൾട്ടിമീറ്ററിൽ വോൾട്ട് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. LED ബൾബ് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ LED ബൾബ് കംപ്ലൈൻ്റ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചാർജിങ് സോക്കറ്റിൽ ഞാൻ 2 വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഈ ഒരു BMS ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ചാർജിങ് മൊഡ്യൂളിലും BMS ബോർഡ് ചാർജിങ് മൊഡ്യൂൾ അങ്ങനെ 2 പേരിലും പറയും. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്ത ചാർജിങ് സോക്കറ്റിൽ കണക്ട് ചെയ്ത പ്ലസ് മൈനസ് 2 വയർ അത് രണ്ടും ഈ ഒരു ബോർഡിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ചാർജിങ് സോക്കറ്റ് പിടിപ്പിക്കാനുള്ള ചെറിയൊരു ഹോളും ഞാനിവിടെ സൈഡിലിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് ഇളകി പോകാതെ കറക്റ്റായിട്ട് പശയിട്ട് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ് മൊഡ്യൂളും അതുപോലെ ബാറ്ററി നമ്മൾ ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആൻറ്റിനൂടെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻറ്റിനയ്ക്ക് ഞാനിപ്പോൾ തൽക്കാലം വയറാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിനെല്ലാം തുരുമ്പെടുത്ത് പോയതിനാൽ. അപ്പോൾ നമ്മുടെ ഈ റേഡിയോയുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ റേഡിയും കൂടെ പുറത്തേക്ക് എടുത്തിട്ട് കവർ ഇട്ട് നടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ഇൻഡിക്കേറ്റർ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ചാർജ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചാർജ് ഇൻഡിക്കേറ്റർ വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഹോളൊന്നും ഇടേണ്ടി വന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന റേഡിയോയിലുള്ള ടോർച്ച് ഞാൻ വർക്ക് ചെയ്യിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിന് വലിയ വെളിച്ചമൊന്നുമില്ല. ഇന്നത്തെ സാധാരണ 5mm വൈറ്റ് LED ലൈറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ റേഡിയോ ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ നോബിന് ചുറ്റുമായിട്ട് റിംഗ് ലൈറ്റ് പോലെയുണ്ട്. ഇതിൽ ആദ്യമേ ഉണ്ടായിരുന്ന 2 ബ്ലൂ LED ആയിരുന്നു. അപ്പോൾ അതിലൊന്ന് മാറ്റിയിട്ട് ഞാൻ ഗ്രീൻ ആക്കി. സംഭവം എന്തായാലും കൊള്ളാം. ഞാൻ ഇങ്ങനത്തെ റേഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ റേഡിയോയുടെ ഫൈനൽ ഔട്ട് ഈ രീതിയിലാണ്. ആക്രിക്കടയിൽ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിയ റേഡിയോ ആയിരുന്നു. ഇതിനെ നമ്മൾ റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. അതുപോലെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ നമ്മൾ ഈ റേഡിയോടൊപ്പം മേടിച്ച ബാക്കി സാധനങ്ങളൊക്കെ റീസ്റ്റോറേഷൻ വീഡിയോ അടുത്ത ഉടൻ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഈ റേഡിയോയിലെ എല്ലാ ചാനലുകളൊന്നും വെച്ച് കേൾപ്പിക്കാത്ത വേറെ ഒന്നും കണ്ടല്ല. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കോപ്പിറൈറ്റ് കിട്ടും വീഡിയോയ്ക്ക്. നിങ്ങളുടെ അടുത്തുള്ള റെനോ ഷോറൂം സന്ദർശിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ട്. ഒപ്പം ബെൻസ ബെൻസയിൽ ബമ്പർ പ്രൈസായി മെർസിഡീസ് ബെൻസ് കാർ. ഉൾക്കൂടെ എടുക്കുന്ന കുട്ടികൾ കരോൾ ഗാനത്തിന്റെ പ്രസുഖം എന്നിവ ചേർന്ന ബലേനോ 82,626 രൂപയുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഓഫറുകളോടെ ഒരു ഡയമണ്ട് പോലെ. അവൾക്കുള്ള ഗിഫ്റ്റും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.